ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് പാണിയേരിപ്പോര് എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കാട്ടിലോട്ട് ഞങ്ങളിന്ന് കടന്നു വന്നിരിക്കുവാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ റോസുകുട്ടിയുണ്ട്. അപ്പോൾ ഇത് കൊടും കാടാണ് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞു വെച്ച് വന്നതിനേക്കാളും ഭയങ്കര സംഭവമാണ് എന്തായാലും ഈ കാട്ടിലെ ഒരു സംഭവം അല്ലേ റോസ്? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് കുറേ എന്താണ് പുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലുപരി ആനയുണ്ടെന്നാണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും ഞങ്ങളിങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് കാണാം അല്ലേ റോസ്? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം ഇനി എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ കണ്ടോളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങുവാണ്. ഞങ്ങൾ ആദ്യം ബൈക്ക് ക്യാമറ ഇട്ട് ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പാസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. നമ്മളിവിടെ വെള്ളച്ചാട്ടനാണ് വന്നിരിക്കുന്നത്. വെള്ളത്തിൽ കുളിക്കണം അല്ലേ? കുളിക്കണം ചെയ്യണം. പക്ഷെ നമ്മളിപ്പോൾ കയറുന്നേ ഉള്ളൂ. കയറുന്ന വീഡിയോയിൽ തന്നെ വീണ്ടും വരുന്നുണ്ടേ. നോക്കാം എന്തൊക്കെയാകും എങ്ങനെയൊക്കെയുള്ള അറിയാം അല്ലേ? ഇവിടെ മറ്റേ കാട്ടുപ്രദേശമാണ്. വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് വീടുണ്ട്. എന്നാലും കാട്ടിൽ കയറുന്ന ഒരു വീടില്ല. കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ. ആന എന്നൊക്കെ പറയുന്നുണ്ട്, കാര്യമില്ല. ആന കുളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഞങ്ങൾ എന്തായാലും പാണിയേലിപ്പോരിലേക്ക് വയ്യ അങ്ങോട്ട് കയറാൻ പോവാണ്. ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് കയറാം. നമ്മളിവിടുന്ന് പയ്യെ അങ്ങോട്ട് കയറുകയാണ് അല്ലാടെ മ്യൂസ്. നല്ല മനോഹരമായിട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ടുമോ പുലികളൊക്കെ അല്ലേ? എന്തോ എന്താ നമുക്ക് ഉള്ളോട്ട് പോകാം. കാഴ്ച ഞങ്ങളങ്ങനെ വയ്യ മുന്നോട്ട് പോവാണ് കേട്ടോ. ആദ്യമായിട്ടും തിരക്കുണ്ട്. റോസു ഇങ്ങനെ കാടെല്ലാം കണ്ട് നമ്മളിങ്ങനെ പോവാം കേട്ടോ. പാടുന്നു അന്നമ്മ നോക്കിട്ട് വാടി, കാട് നോക്കിട്ട് എന്നാ അന്നൂസേ. ഇത് ചെറിയ ഒരു പശുവിനെ കാണാൻ പറ്റും. ഉണ്ടോ? ചെറിയ പശുവിനെ കാണാൻ പറ്റും അല്ലേ? ചെറിയ ഇതുണ്ട്. ഇതൊക്കെ പലയും ചേർന്ന് കിടക്കുന്ന അല്ലേ? താഴേക്ക് എന്തായാലും വെള്ളത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോ ലിക്കർ നോ സ്മോക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ലിക്കർ വെച്ച് എങ്ങനെയാണ് കാർത്തി കുടിക്കുന്നത്? നിക്കറല്ല ലിക്കർ. പിന്നെ ലിക്കർ കുടിക്കാനില്ല, കുടിക്കാനില്ല. അപ്പോൾ ശ്രദ്ധിക്കാൻ പോന്നെ. അപ്പോൾ ഇവിടെ വരുന്നവർ പേടിക്കൊന്നും വേണ്ടത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ വേണമെങ്കിൽ മേടിക്കാം. വെള്ളം മേടിക്കുന്നുണ്ടോ? വെള്ളം മേടിച്ചു, അല്ലെങ്കിൽ അവിടെ ചേട്ടാ ദാഹിച്ച പിന്നെ പണിയാകും. അതെ അതെ അല്ല, അതെ വെള്ളമുണ്ട്. ദി ജിംഗിൾ കഫേ. വെള്ളം മേടിച്ചു പോക്കും. ഏതാണ് വെള്ളം മേടിച്ചിട്ടുണ്ടോ? വെള്ളം മതി മേടിച്ചു. അപ്പോൾ ഞങ്ങൾ എന്തേലും ഇവിടെ വന്നിട്ട് ഇച്ചിരി വെള്ളമൊക്കെ മേടിക്കും കേട്ടോ. ഓടി വന്ന റോസ് നോക്കട്ടെ. അടുത്താ മറന്നുവെച്ച് വരുമ്പോൾ ഓർക്കണം അല്ലേ രാജു? വീടൊക്കെ ഉണ്ടല്ലേ? നിങ്ങളൊന്നും വീടൊന്നുമില്ല? ഇതിലൊക്കെ നമുക്ക് റൂമും ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. ആരും എന്തായാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേഞ്ച് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
കുളിച്ചിട്ടൊക്കെ വന്നാലും നല്ല രസമുണ്ട്. പോട്ടെ മുന്നോട്ട് പോട്ടെ. ഏതാ പോട്ടെ മുന്നോട്ട് പോട്ടെ. ഇതാണ് പാണിയപ്പോര് വെള്ളം. നമ്മളിനി ഇതിൻ്റെ അകത്തേക്കിട്ട് ഇറങ്ങാൻ പോകട്ടോ. അപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. വളരെ ഇഷ്ടംപോലെ ഉണ്ട്. ഒക്കെ ഫ്ലോപ്പറാണ്. മണ്ണൊക്കെ കൊള്ളാം അല്ലേ രാജു? മൊത്തം പോഴി മണ്ണല്ലേ? അപ്പോൾ അതാ നമുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. കയറി അല്ല കയറേണ്ട കുഴപ്പമില്ല. റോസ് കയറ്. പിന്നെ അതൊരു ഗോവണി കേട്ടോ. നമ്മൾ ആ ഗോവണിക്കകത്ത് കയറുവാണ്. ഇല്ലടോ ഇല്ല കയറാ. നീ കയറണ്ടോ? അങ്ങനെ ഞാനും കയറുവാണ്. എൻ്റെ മുകളിലോട്ട് കയറുകയാണ്. എങ്ങനെ ആകുന്നൊരു പിടുത്തമില്ല. ഇതുകൊണ്ട് ഞാനും പയ്യെ കയറി പോവാ കേട്ടോ ഗായ്സ്. ഗോവണിയിൽ കൂടി ജല്ലിക്കെട്ട് കാള് ചെയ്യും. അയ്യോ ഇതാണ് ഇവിടുത്തെ സൗന്ദര്യം. തിരിച്ച് പയ്യ ഇറങ്ങടി. നമ്മുടെ ഇമ്മോസ് കാണിച്ചു തരും എങ്ങനെ ഇറങ്ങണ്ടേ. ഇത് എന്തിനാ പേടിക്കണേ? ഇമ്മോ തിരിഞ്ഞിറങ്ങണേ. ഇമ്മോ തിരി നീ ഇറങ്ങിയ പോലെ തന്നെ. ആ അങ്ങനെ പാമ്പടയ്ക്കൊന്ന് കൈവിടല്ലേ. കുറച്ച് പേര് ഇരിക്കും. വെറുതെ ഒപ്പം തന്നെ ഇറങ്ങിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? ഹലോ ഗാസ്, ഇതാണ് ഇത് മൊത്തത്തിൽ സംഗതി മുള കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. മുളയും അതുപോലെ തന്നെ ഈറ്റയുടെ ഇലയും. ഈ ഇലകൾ കൊണ്ടാണ് ഈ സാധനം മൊത്തത്തിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാജു അവളെ കൊണ്ടുവന്നോളൂ. കൊണ്ടുവരാളെ ഗാസ്. ഇതാണ് ഇത് മൊത്തത്തിൽ മുളക് കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ച് നല്ല തണുപ്പുണ്ട്. ഇതൊക്കെ താഴെ പോലും നമുക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അടിയിലേക്കാണ് ഫ്ലൈവുഡൊക്കെ വെച്ചാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇമ്മാന് പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കാല് പറിക്കുന്നുണ്ടോ? ആണല്ലേ. പയ്യെ ഇറങ്ങിക്കോ. ഇതിൻ്റെ ഉള്ളിലൊരു മനോഹര ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. എന്തായാലും നമുക്ക് എന്തായാലും ഇനി വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും സംഭവമൊക്കെ കൊള്ളാം. നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കംപ്ലീറ്റും ഫോറസ്റ്റ് ആണെങ്കിലും പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആന ഒരുപാട് ഇറങ്ങുന്ന ഒരു മേഖലയും കൂടിയാണ് നമ്മുടെ ഈ സ്ഥലം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവർ കാടിൻ്റെ ഫോറസ്റ്റ് 4 ചുറ്റും ഇവർ എർത്ത് കൊടുത്തിട്ടുണ്ട്. കമ്പി എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവർ പറയുന്ന ടൈമിലല്ലാതെയൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിട്ടും എർത്തടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ 4:30 വരെ കേട്ടോ. നമുക്ക് കയറാനുള്ള പാസ് 4:30 വരെയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് 4:30 ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മളെല്ലാം പുറത്തിറങ്ങണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിബന്ധന. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ എർത്ത് ഓണാക്കും. കാരണം ആനകൾ വന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാതിരിക്കാണ്ട്. അപ്പം
ആ എർത്ത് നമുക്കിട്ടും കിട്ടിയാൽ നമ്മളൊരു പക്ഷേ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഈ എന്താണ് ഇനി വെള്ളത്തിൽ കുറച്ച് നേരം കളിക്കാം എന്നുള്ള ചിന്തപ്പാടിലാണ്. എന്നാൽ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ്. നമുക്ക് ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഓക്കെ, 4:30 വരെ ടൈം പറഞ്ഞേക്കുന്നല്ലേ? അവിടെ നിന്ന് അതായത് വെള്ളത്തിൽ കളിക്കുന്നിടത്തു നിന്ന്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇറങ്ങണം അല്ലേ? ഓക്കെ. ഇവിടെ വേരിയായിട്ടുള്ള ഈ വെള്ളത്തിൽ പിന്നെ വെള്ളം കയറും. അതോ കാഴ്ച ഇതുണ്ടോ? പാറകൾ കണ്ടോ? പാറ നിൽക്കുവാ, നിരം അങ്ങ് നിൽക്കുവാ. ദിവസം നോക്കിയാടി അല്ലേ? നല്ല വൈബാണ്. ഓയ് ആണല്ലേ? എന്നാ വേഗം വിട്ടോ. അപ്പോൾ അറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയ പണിയായിരുന്നേ. എന്ത് ആണല്ലേ? മനസ്സേ വെള്ളത്തിലിറങ്ങണ്ടേ? അല്ലേ ഹായ് കൊടുത്തേ കൂട്ടുകാർക്ക്. വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്ന പറ. അതെ വെള്ളം കുടിക്കാൻ പറഞ്ഞ ആനകളുടെ ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് വരുവാ. അതെ ഞങ്ങൾക്കൊരു ആനയെങ്കിലും കിട്ടണം. പാറക്കെട്ടുകളൊക്കെ കടന്ന് ഗായ്സ് ഞങ്ങളങ്ങ് പോവാ കുളിക്കാൻ. ഇതെവിടെയാണെന്നൊരു പിടുത്തമില്ല. നാട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കാട്ടിൽ പോവാ. അതെ നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് രക്ഷയില്ല. അതെ ഉമ്മാനിന് ഭയങ്കര പാട്ടൊക്കെ വരുന്നുണ്ട്, കാട്ടിക്കട വരുന്നുണ്ട്. അതല്ലേ ആയി പറഞ്ഞു വരാൻ പറ. എല്ലാവരും വരാൻ പറ. വെള്ളത്തിൽ കളിക്കാന്ന് പറ. റോസ് ഇതൊക്കെ ഒന്ന് ആടാൻ മേലായിരുന്നോ? കൂട്ടുകാർ ഇത് കുറച്ചുണ്ട് കേട്ടോ. ഇത് നിസാര ദൂരം അല്ലല്ലേ? എന്തോ മിൻ്റെ അടുത്ത് ആന വരുന്നുണ്ട്. പോ മുന്നോട്ട്. കേരള വന്യജീവി വകുപ്പ് കേട്ടോ, കേരള സർക്കാർ. പാണിയിലിപ്പോൾ ഇക്കോ ടൂറിസം സെന്റർ. അതൊക്കെ അപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം, വെള്ളമൊഴുക്കൊക്കെ ആട്ടെ ഇവിടെയൊക്കെ. ദിവസം വേണം വഴുവഴുപ്പുണ്ട്, വെള്ളത്തിനൊക്കെ വഴുവഴുപ്പുള്ളതാണ്. അപ്പം ഇവിടെ ശ്രദ്ധിച്ചു വേണം. ഇതൊക്കെ തെന്നിക്കിടക്കുവേ. ഓ എന്താണ് ഇവിടെ മതി വീവ രസമാണല്ലോ. അങ്ങോട്ടോ രാജു, അങ്ങോട്ട് പാടോ രാജു? അങ്ങോട്ട് പോയാലോ? ഇനി നമ്മൾ കുളിക്കാണ്ട് പോകട്ടോ. ഡ്രസ്സൊക്കെ മാറി ഇനി ഇവിടെ എന്ത് സംഭവിക്കും? കുളിക്കും ഞങ്ങൾ പാടി മൂസ. ഇവിടെ നോക്കട്ടെ. പങ്കാരോ? അപ്പോൾ നല്ല പാറക്കെട്ടിൽ കൂടെ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് കൂട്ടുകാരെ ഇതിൻ്റെ അകത്ത് കുളിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ്. പാറയ്ക്ക് ഇടയിൽ കൂടി വെള്ളങ്ങളൊക്കെ ഒഴുകുന്നതുകൊണ്ട് നല്ല ശുദ്ധജലമാണ് കേട്ടോ. കുടിക്കാനൊക്കെ നമുക്ക് ഇത് അതിമനോഹരം തന്നെ. നല്ല കട്ടിപ്പുള്ള വെള്ളമാണ്, നല്ല രുചിയുണ്ട് വെള്ളം കുടിക്കാൻ. പയ്യെ വാ.
പാപ്പാ ഇതിലെ കയറുവാ, ഈ കലകൂടെ കയറുവാ. അമ്മ അടുത്ത തോന്നിക്കോ. ഒരു പയ്യോ സോബയല്ല പോരെ, ഇങ്ങ് പോരെ. എനിക്ക് അതിമനോഹരം നിറഞ്ഞ് കിടക്കും. ഇത് മൊത്തം മുളകളാണ് കേട്ടോ. ആണോ? ഇല്ലടി വാ, ഇതാണ് വാ വാ. വഴുവെടുപ്പുണ്ടാകും, വഴുവെടുപ്പുണ്ടാകും. തെന്നിയാണ് വാ റോസോ, എന്നെ വാടയുമോ. കിട്ടി വെച്ചിട്ടുണ്ട്. അന്നിമ ഞാൻ പോയി നോക്കട്ടാടാ. രാജു വന്നടോ. ഇപ്പൊ സ്ഥലമാണ് കേട്ടോ. വെച്ച പാറകളൊക്കെ രാജു, ഈ മരത്തിൻ്റെ ഒക്കെ വേറെ എത്ര കൊല്ലം പഴക്കമുള്ളതായിരിക്കും അല്ലേ? ഓ ഈ വീട്ടിൽ ഞാൻ അറിയാം. റോസ എന്താ ഓർത്ത് പറഞ്ഞേ? ദൈവമേ, രാജുന്റെ പീസായി. ഈശോ, ഇതെന്താണ്? കൂട്ടുകാരെ എല്ലാം സൂക്ഷിക്കണം. നല്ല വഴുക്കുള്ള സ്ഥലമാട്ടോ അത്. നമ്മളത് നോക്കിയിരുന്നെങ്കിൽ തന്നെ താഴോട്ട് പോകും. നല്ല വഴുക്കുള്ള സ്ഥലമാണ്. 50 വയസ്സായിട്ട് ഇറങ്ങാൻ പറ്റാത്തോണ്ടാ. ഇവിടെ ഒരു കുഴി ഉണ്ടോ നോക്കട്ടെ. അനുവിനടുത്തില്ല, അവിടെ പോകല്ലോ. ഞാൻ അപകടമാണ്. നല്ല സൂമിങ് ആട്ടോ ചേട്ടാ. ഇതെന്ത് സാധനം? എന്തോ കടിച്ചോ. മീനുണ്ട്, മീനുണ്ട്. രാജയുടെ കുറെ കിട്ടി. അവിടെ നിർത്തി കട്ട് ചെയ്ത് അവിടെ നിർത്തി. രാജു പാടോ. വെള്ളം തെറിപ്പിക്കില്ലേ? എന്താ ബാഹുബലി എടുക്കുന്നോ? കിടക്കുന്നോളാം, മീൻ കൊത്തരുതേ. പാടി കളിക്കണ സാം, തിന്നാൻ കുടിക്കണ സാം. നീയാനോ രാജി, രാജി മോനി കളിങ്ങ. തല വെള്ളത്തിലുള്ള രസമുണ്ടേ. മതിയല്ലേ? പോരെ? ഇതിങ്ങനെ പറഞ്ഞാ പോരെ?
ചെരുപ്പൊക്കെ അവിടെയല്ല നമ്മുടെ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടിയൊക്കെ തീർന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ചേക്കേറുകയാണ് ഇനി വീട്ടിലോട്ട്. ഹലോ സോഫിയ. ഏതാ പ്രാണിയാ പോകാനോ? പോകല്ലേ പോകാല്ലേ മോസ. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോവുകയാണ്. കൂട്ടുകാരെ ടാറ്റാന്ന് പറഞ്ഞേക്കെ. ടാറ്റാ. വാ കയറിക്കോ. ബേബി ആ ഡാൻസ് ആണാവോ? ഇതെന്താ രാജു 400 രൂപയ്ക്ക്? അങ്ങനെ പറഞ്ഞല്ലേ? ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഏതായിരുന്നു രാജു? പാണിയേലി വലിയല്ലേ? അപ്പം പാണേപ്പോരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സ്ഥലത്തിലെ വീഡിയോ ഞങ്ങൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. മാത്രമല്ല എല്ലാവരും ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇത് പരിചയമില്ലാത്തവരൊക്കെ ഒന്ന് അറിയട്ടെ. മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വരണം കേട്ടോ. ഇത് സ്ഥലം നമ്മുടെ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുന്നതാണ് പാണിയോലി പോരി എന്ന് പറഞ്ഞ ഈ സ്ഥലം. അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരിക. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വേടിക്കുന്നുണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പം എല്ലാവരും എന്ന് അടിച്ചു പൊളിക്കുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്ലൂസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.